ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 34 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 35-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി, വിവാഹത്തിന് സാഹചര്യമെത്താത്ത, അതിന് സൗകര്യമെത്താത്ത, അതിന് കഴിവില്ലാത്ത ആളുകൾ ആ ഒരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ധന്യത, അതിനുള്ള ഐശ്വര്യം അള്ളാഹു നൽകുന്നത് വരേക്കും യാതൊരു തെറ്റുകളിലേക്കും പോകാതെ ചാരിത്ര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ഒരു ക്ലാസ്സിൽ അടിമകളെ മോചിപ്പിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ആരെങ്കിലും അങ്ങനെ മോചനത്തിന് വേണ്ടി മോചനപത്രം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ആ മോചനപത്രം എഴുതി കൊടുക്കണമെന്നും അള്ളാഹു നൽകിയ ധന്യതയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകണമെന്നും എന്നുള്ള കൽപ്പനയൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, അടിമകളുടെ കൂട്ടത്തിലെ സ്ത്രീകളെ മോശമായ പ്രവൃത്തികൾക്ക് നിർബന്ധിച്ചുകൊണ്ട് അതുവഴി നിങ്ങൾ സമ്പത്ത് കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ ശിക്ഷ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് എന്നുള്ള കാര്യവും അവിടെ നമ്മൾ മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട്, വചനങ്ങളായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശേഷം അള്ളാഹു പറയുന്നു, അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്. അള്ളാഹു നൂറു സമാവാത്തി, നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം, ലൈറ്റ്. നൂറു സമാവാത്തി, സമാവാത്ത്, സമാഇൻ്റെ ബഹുവചനം സമാവാത്ത്, സമാ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ. അപ്പോൾ നൂറു സമാവാത്തി, ആകാശങ്ങളുടെ പ്രകാശം, ആകാശങ്ങളുടെ ലൈറ്റ്. വൽ അർദ്, ഭൂമിയുടെയും. അപ്പോൾ അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. മസലു നൂരിഹി, മസൽ എന്ന് പറഞ്ഞാൽ ഉപമ, ഉദാഹരണം. മസലു ഉദാഹരണം, നൂരിഹി നൂറ് പ്രകാശം, നൂരിഹി അവൻ്റെ പ്രകാശം, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉദാഹരണം. ക മിഷ്കാത്തിൻ, ക എന്ന് പറഞ്ഞാൽ പോലെ, മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ വിളക്കുമാടം. വിളക്കുമാടം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ കറണ്ടില്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ചുമരുകളിലൊക്കെ ഒരു പ്രത്യേക അറയുണ്ടാക്കിയിട്ട്, ഒരു പൊത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിളക്ക് വെക്കും. ആ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും, ആ വിളക്കിൻ്റെ ചുറ്റും ഒരു ഗ്ലാസ് കൊണ്ടോ മറ്റൊക്കെയുള്ളൊരു ആവരണം ഉണ്ടാവും, അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നിട്ട് അത് കെട്ടുപോകില്ലേ. അപ്പോൾ ആ ചുമരിലുണ്ടാക്കുന്ന അറയുണ്ടല്ലോ, ആ ചുമരിലുണ്ടാക്കുന്ന ആ പൊത്ത്, അതിനെയാണ് മിഷ്കാത്ത് എന്ന് പറയാം. നമുക്കതിനെ വിളക്കുമാടം എന്ന് പറയാം. അപ്പോൾ മസലു നൂരിഹി അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ക മിഷ്കാത്തിൻ, വിളക്കുമാടം പോലെയാണ്. ഫീഹ അതിലുണ്ട്, ആ വിളക്കുമാടത്തിലുണ്ട് എന്താണുള്ളത്? മിസ്ബാഹുൻ, മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, ആ വിളക്കുമാടത്തിൽ വിളക്കുണ്ട്. ഈ സുബ്ഹ് എന്നുള്ള പദവും മിസ്ബാഹ് എന്നുള്ള പദവും തമ്മിൽ ബന്ധമുണ്ട്. സുബ്ഹ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ സുബ്ഹി സമയം എന്ന് പറയില്ലേ, സുബ്ഹ് ചെയ്യുന്നത് ആ സമയത്ത് അന്ധകാരമായിരിക്കുമല്ലോ, ആ അന്ധകാരത്തെ മാറ്റുക എന്നുള്ളതാണ് സുബ്ഹിയാകുന്ന സമയത്ത് സുബ്ഹി ചെയ്യുന്നത്. ഇതേപോലെ മിസ്ബാഹ് വിളക്ക് ചെയ്യുന്നതും അന്ധകാരത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്.
ശരി, അപ്പോൾ ആ വിളക്ക് മാടത്തിൻ്റെ ആ പൊത്തിനകത്ത് ഒരു വിളക്കുണ്ട്, ഒരു മിസ്ബാഹുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ. അൽ മിസ്ബാഹു ആ വിളക്ക്, ഇതുവരെ പറഞ്ഞു നിർത്തിയ ആ വിളക്ക്, അൽ മിസ്ബാഹു ആ വിളക്ക്, ഫി സുജാജ ഒരു ഗ്ലാസ്സിലാണ്, ഒരു സ്ഫടികത്തിലാണ്, ഒരു പളുങ്കിലാണ്. സുജാജ എന്ന് പറഞ്ഞാൽ പളുങ്ക് അല്ലെങ്കിൽ സ്ഫടികം എന്നൊക്കെ പറയാം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഫി സുജാജ പളുങ്കിൽ, സ്ഫടികത്തിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ. അപ്പോൾ അൽ മിസ്ബാഹു ഫി സുജാജ ആ വിളക്കിരിക്കുന്നത് ഒരു പളുങ്കിലാണ് അല്ലെങ്കിൽ ഒരു സ്ഫടികത്തിലാണ്, ഗ്ലാസിൻ്റെ ആവരണത്തിലാണ്. ആ സുജാജത്തു, ഇനി ആ ഒരു സ്ഫടികം, അതായത് ആ ഗ്ലാസിൻ്റെ ആവരണം, ആ സുജാജത്തു ആ പളുങ്ക്, ആ സ്ഫടികം, കഅന്നഹ, കഅന്ന എന്ന് പറഞ്ഞാൽ പോലെ, ഹ എന്ന് പറഞ്ഞാൽ അത്, കഅന്നഹ അതുപോലെയാണ്. ഏതുപോലെ? കൗകബുൻ, കൗകബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, സ്റ്റാർ. ദുര്രിയുൻ, ദുര്രി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, ശോഭിക്കുന്നത്, ശരിക്ക് സ്വയം തിളങ്ങുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ആ സുജാജത്തു കഅന്നഹ കൗകബുൻ ദുര്രിയുൻ, അതിൻ്റെ ആ ഒരു സ്ഫടികം അത് സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെയാണ്. യൂഖദു, ഔഖദ, യൂഖിദു, യൂഖദു. ഔഖദ എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്നാണ്. വഖൂദ് ഇന്ധനം, വിറക്. യൂഖിദു കത്തിക്കും, കത്തിക്കുന്നു. അതിൻ്റെ മജ്ഹൂല് രൂപം യൂഖദു കത്തിക്കപ്പെടുന്നു അല്ലെങ്കിൽ കത്തിക്കപ്പെടും. അപ്പോൾ ആ വിളക്ക് കത്തിക്കപ്പെടും, യൂഖദു അത് കത്തിക്കപ്പെടും. മിൻ ഷജറത്തിൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഷജറത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു മരം, മിൻ ഷജറത്തിൻ ഒരു മരത്തിൽ നിന്ന്, ഒരു മരത്തിൽ നിന്നാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. മുബാറക്കത്തിൻ, എന്താണ് ആ ഒരു മരത്തിൻ്റെ പ്രത്യേകത? ആ മരം മുബാറക്കത്തിൻ അത് അനുഗ്രഹീതമാണ്. മുബാറക്കത്തിൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അനുഗ്രഹീതമായത്, സ്ഥിരമായി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുള്ളത്, വർദ്ധിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിനുണ്ട്. ശരി, അപ്പോൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു മരത്തിൽ നിന്ന് അല്ലെങ്കിൽ അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. സൈത്തൂനത്തിൻ, അത് എന്തിൻ്റെ മരമാണ്? സൈത്തൂനത്തിൻ, ഒലീവിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ എന്ന് പറയാൻ വേണ്ടിയിട്ടും അങ്ങനെ പറയും. സൈത്തൂൻ, വത്തീനി വസ്സൈത്തൂൻ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈത്തൂൻ എന്ന് പറയുമ്പോൾ ഒലീവ്. നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് സൈത്തൂൻ കായൊക്കെ കൊണ്ടുവരുമല്ലേ, അതിൻ്റെ ആ ഒലീവ് എണ്ണയൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ സൈത്തൂൻ എന്ന് പറയുമ്പോൾ സാധാരണ ഏത് എണ്ണക്കും സൈത്തൂൻ എന്ന് പറയാറുണ്ട് അറബിയിൽ. പിന്നെ ഒലീവിന് പ്രത്യേകമായിട്ടും സൈത്തൂൻ എന്ന് പറയും. അപ്പോൾ സൈത്തൂനത്തിൻ അത് ഒലീവിൻ്റെ മരമാണ്. ലാ ഷർഖീയത്തിൻ, അത് കിഴക്ക് ഭാഗത്തുള്ളതല്ലാത്ത, ലാ അല്ല, ഷർഖീയത്തിൻ, ഷർഖീയത്ത് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ളത്, ലാ ഷർഖീയത്തിൻ കിഴക്ക് ഭാഗത്തുള്ളതല്ലാത്ത, വലാ ഗർബീയത്തിൻ, ഗർബീയത്ത് പടിഞ്ഞാറുള്ള. നമ്മൾ മശ്രിഖ് മഗ്രിബ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, പ്രഭാതം, പ്രദോഷം അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉദയസ്ഥാനം, അസ്തമയസ്ഥാനം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ശരി, ഇവിടെ ഗർബീയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള, വലാ ഗർബിയത്തിൻ പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമല്ലാത്ത, ലാ ഗർബിയത്തിൻ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ളതല്ലാത്ത, വാ എന്നും കൂടെ ചേർത്ത് പറയുമ്പോൾ അതും അല്ലാത്ത. അപ്പോൾ ലാ ഷർഖിയത്തിൻ വലാ ഗർബിയത്തിൻ, കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഉള്ളതല്ലാത്ത. യക്കാദു ആകുമാറാകും, കാദ യക്കാദു, കാദ ആകുമാറായി, യക്കാദു ആകുമാറാകും. സെയ്ത്തുഹ അതിൻ്റെ എണ്ണ, അതിൻ്റെ ഇന്ധനം, സെയ്ത്ത് എണ്ണ, ഓയിൽ. സെയ്ത്തുഹ അതിൻ്റെ ഓയിൽ, അതിൻ്റെ എണ്ണ, അതിൻ്റെ ഇന്ധനം. യുലീ ഉ, അലാ യുലീ ഉ, അലാ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു, യുലീ ഉ ശോഭിക്കും, ശോഭിക്കുന്നു. ഇതിലേക്കാണ് യക്കാദു ചേർക്കേണ്ടത്. അപ്പോൾ ശോഭിക്കുമാറാകും. യക്കാദു സെയ്ത്തുഹ യുലീ ഉ, അതിൻ്റെ ഇന്ധനം, അതിൻ്റെ എണ്ണ ശോഭിക്കുമാറാകും.
വലൗലം തംസസ്ഹു നാറുൻ, വലൗ, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, വലൗ എങ്കിലും, ലം ഇല്ല. അതടുത്ത ഒരു ക്രിയയുടെ അർത്ഥം കൂടെ പറഞ്ഞിട്ടാണ് ലമ്മിൻ്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. തംസസ്ഹു, മസ്സ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു അല്ലെങ്കിൽ ബാധിച്ചു എന്നൊക്കെയാണ്. അത് മാദിയായ പദമാണ്, ഭൂതകാല ക്രിയയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. മസ്സ യമുസ്സു, തമുസ്സു, യമസ്സു അല്ലെങ്കിൽ തമസ്സു അങ്ങനെയൊക്കെയാണ് വരിക. ഈ മുലാരിയുടെ മുമ്പിൽ ലം വരുമ്പോൾ ആ മുലാരിയായിട്ട ക്രിയക്ക് ജസ്മ് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനത്തിൽ സാധാരണഗതിയിൽ സുക്കൂനാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾക്ക് വരുന്ന സമയത്ത് ലം തംസസ് എന്നാണ് ആവുക, അല്ലാതെ ലം തമസ് എന്നല്ല വരിക, ലം തംസസ് എന്നാണ് വരിക. അപ്പോൾ ലം തംസസ് സ്പർശിച്ചിട്ടില്ല, ഹു അതിനെ. അപ്പോൾ വലൗ ലം തംസസ് ഹു, അതിനെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും, അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിലും, നാറുൻ തീ, തീ അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിലും, നൂറുൻ അല നൂർ, നൂറുൻ പ്രകാശം, അല മേൽ, നൂർ പ്രകാശം, നൂറുൻ അല നൂർ പ്രകാശത്തിന് മേൽ പ്രകാശം. യഹ്ദില്ലാഹു ലി നൂരിഹി മൻ യശാഉ, യഹ്ദി ഹദാ, യഹ്ദി ഹദാ വഴി കാണിച്ചു, നേർമാർഗം കാണിച്ചു, യഹ്ദി നേർമാർഗം കാണിക്കുന്നു, നേർമാർഗം കാണിക്കും. അള്ളാഹു, അള്ളാഹു വഴി കാണിക്കും, അള്ളാഹു നേർമാർഗം കാണിക്കും. ലി നൂരിഹി അവൻ്റെ പ്രകാശത്തിന്, നൂറ് പ്രകാശം, ലി നൂർ പ്രകാശത്തിന്, ഹി അവൻ്റെ, അവൻ്റെ പ്രകാശത്തിന്, അവൻ്റെ പ്രകാശത്തിന് വേണ്ടി അള്ളാഹു വഴി കാണിക്കും. ആർക്ക്? മൈ യശാ ഉ, ഷാ ആ ഉദ്ദേശിച്ചു, യശാ ഉ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. മൻ യശാ ഉ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവൻ. അപ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ ആ ഒരു വെളിച്ചത്തിന് വഴി കാണിച്ചു കൊടുക്കും. വയദ്രിബുല്ലാഹുൽ അംസാലുലിന്നാസ്, വയദ്രിബു ദറബ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് പരിചയമുള്ള അർത്ഥം അടിച്ചു എന്നാണ്. വിവരിച്ചു, വിശദീകരിച്ചു എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പ്രത്യേകിച്ചും ഈ മസൽ, അംസാൽ എന്നുള്ളതിനെയൊക്കെ ചേർത്തുകൊണ്ടത് വരുമ്പോൾ വിവരിച്ചു എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക, വിശദീകരിച്ചു എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക. അപ്പോൾ വ യദ്രിബു വിശദീകരിക്കുകയും ചെയ്യുന്നു, വിവരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു, അള്ളാഹു, അള്ളാഹു വിവരിക്കുകയും ചെയ്യുന്നു. അൽ അംസാല ഉദാഹരണങ്ങൾ, ഉപമകൾ അള്ളാഹു വിവരിക്കുകയും ചെയ്യുന്നു. ആർക്ക്? ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി. നാസ് ജനങ്ങൾ, ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉപമകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട. വല്ലാഹു അള്ളാഹു, ബി കുല്ലി ഷൈഇൻ, കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം, ഷെയ് എന്ന് പറഞ്ഞാൽ കാര്യം അല്ലെങ്കിൽ വസ്തു. കുല്ലു ഷെയ്ഇൻ എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുക്കളും. അതിനു മുമ്പിൽ ബി വന്നു, ബി കുല്ലി ഷെയ്ഇൻ എല്ലാ കാര്യങ്ങളെയും പറ്റി, എല്ലാ വസ്തുക്കളെയും പറ്റി. അലീം അങ്ങേ അറ്റം അറിവുള്ളവനാകുന്നു, ഏറ്റവും നന്നായി അറിവുള്ളവനാകുന്നു. നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം. അള്ളാഹു നൂർ സമാവാത്തി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. മസലു നൂരിഹി ക മിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാണ്. ആ വിളക്കുമാടത്തിനകത്ത് ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്കിരിക്കുന്നത് ഒരു സ്ഫടികത്തിലാണ്. അസുജാജത്തു കഅന്നഹ കൗകബുൻ ദുരിയുൻ, സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെയാണ് ആ സ്ഫടികം ഉള്ളത്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ, ആ വിളക്ക് കത്തിക്കപ്പെടുന്നത് അനുഗ്രഹീതമായ ഒരു ഒലീവിൻ്റെ മരത്തിൽ നിന്നാണ്. ലാ ഷർക്കിയത്തിൻ വല ഗർബിയത്തിൻ, അത് കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ല, അങ്ങനെ അല്ലാത്ത ഒരു മരമാണത്. യകാദു സൈത്തുഹ യുദീഉ വലൗലം തംസസ്ഹുനാർ, തീ അതിനെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു എണ്ണ അത് പ്രകാശിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് പ്രകാശിക്കുമാറാകും, ശോഭിക്കുമാറാകും. നൂറുൻ അല നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലി നൂരിഹി മൻ യശാഉ,
അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ പ്രകാശത്തിന് വേണ്ടി വഴി കാണിച്ചു കൊടുക്കുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ആളുകൾക്ക് അള്ളാഹു ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഈ ഒരു 35-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഇത്രയധികം വ്യത്യസ്തമായ വിശദീകരണങ്ങൾ വന്ന മറ്റൊരു ആയത്തുണ്ടോ എന്ന് സംശയമാണ്. പല പല തഫ്സീറുകളിലും പല തരത്തിലുള്ള വ്യത്യസ്തമായ വിശദീകരണങ്ങൾ നമുക്ക് ഈ ഒരു ആയത്തിന് കാണാൻ പറ്റും. അതിമനോഹരമായൊരു ആയത്ത്. എല്ലാ ആയത്തുകളും അതിമനോഹരമാണ്. പക്ഷേ ഈ ഒരു ആയത്തിന് പല പല കോണുകളിൽ നിന്നും പല പല വ്യത്യസ്തമായ തരത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഏത് വിശദീകരണം കൊടുത്താലും ആ ഒരു ആയത്ത് വളരെയധികം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഇനി ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു ഒരു പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ സൂറത്ത് നൂർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് നിയമങ്ങൾ പറയുന്ന ഒരു സൂറത്താണ് സൂറത്ത് നൂർ അല്ലേ? അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു പ്രകാശത്തെക്കുറിച്ച് പറയുന്നു. അതെന്താണ് അങ്ങനെ? ഈ നിയമങ്ങളെല്ലാം പാലിക്കണമെങ്കിൽ ഈ പ്രകാശം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം എന്നർത്ഥം. അതായത് ഈ യഥാർത്ഥ പ്രകാശത്തെ ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ നിയമങ്ങളൊന്നും പാലിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹു നിർദ്ദേശിച്ച നിയമങ്ങൾ സന്തോഷത്തോടുകൂടെ സത്യവിശ്വാസികൾ സ്വീകരിക്കാൻ എന്താണ് കാരണം? അവർക്ക് ഈ പ്രകാശം എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പറയുന്ന പ്രകാശം എന്താണെന്ന് കൃത്യമായിട്ട് ഉൾക്കൊണ്ടാൽ, അത് അറിഞ്ഞാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാൻ കൂടെ മനസ്സുണ്ടാവണം. അത് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ആ രൂപത്തിൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സൂറത്തിൽ പറയുന്ന എല്ലാ നിയമങ്ങളും, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന മൊത്തം നിയമങ്ങളും അത് പാലിക്കാൻ സത്യവിശ്വാസികൾക്ക് സന്തോഷമേ ഉണ്ടാവും. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെയുള്ള നിയമങ്ങളോടൊരു പ്രയാസം തോന്നുന്നുവെങ്കിൽ, ഒരു മുഷിപ്പ് തോന്നുന്നുവെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഈമാൻ, യഥാർത്ഥത്തിലുള്ള ഈ ഒരു വെളിച്ചം, അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്ന ആ യഥാർത്ഥ വെളിച്ചം മുഴുവനായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിലേക്ക് വരാം. ഈ ആയത്തിനെ ആയത്ത് നൂർ എന്ന് പറയാറുണ്ട്, പ്രകാശത്തിൻ്റെ ആയത്ത് എന്ന്. തുടക്കം തന്നെ അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്നാണ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു എന്നുള്ളതിന് തന്നെ പല തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ വഴികാട്ടിയാകുന്നു. അള്ളാഹുവാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചത്, അതിനെ പരിപാലിക്കുന്നത്, അതിന് മാർഗം കാണിച്ചു കൊടുക്കുന്നത്, അതിന് വഴി കാണിച്ചു കൊടുക്കുന്നത്, വഴികാട്ടി. അവയ്ക്കൊക്കെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നവൻ, അവയ്ക്കൊക്കെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നവൻ. മാത്രമല്ല നൂറു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും. അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പ്രപഞ്ചത്തിൻ്റെ എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും കൂടെ അടങ്ങുമ്പോൾ ഒന്നിച്ചൊരു പ്രപഞ്ചം എന്നുള്ള അർത്ഥവും അവിടെ വരും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മൊത്തം വഴികാട്ടി അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് അതിന് ഏത് രൂപത്തിലും നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നവൻ. അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചത്. ഇനി ശരിക്കും പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രകാശം അത് സ്വയം വെളിവാകുന്നുണ്ട്. ഒരു ഭാഗത്തൊരു പ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ പ്രകാശത്തിൻ്റെ മുമ്പിലിരിക്കുന്ന മറ്റെല്ലാറ്റിനെയും അത് വെളിവാക്കുകയും ചെയ്യും അല്ലേ? ഇപ്പോൾ നമ്മുടെ റൂമിലൊരു പ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശം നമുക്ക് കാണാം, എവിടെ നിന്നാണ് ആ പ്രകാശം വരുന്നത് എന്ന്. അതിന് പുറമെ ആ റൂമിലുള്ള മറ്റെല്ലാറ്റിനെയും കാണാം. ആ പ്രകാശം കെട്ടുപോയാലോ? പ്രകാശം കെട്ടുപോയി കഴിഞ്ഞാൽ ആ പ്രകാശവും കാണില്ല, റൂമിലുള്ളതൊന്നും കാണില്ല. അപ്പോൾ സ്വയം അത് വെളിവാകുന്നുണ്ട്, മറ്റുള്ളതിനെയൊക്കെ വെളിവാക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റില്ല എങ്കിൽ, പ്രകാശമില്ല എങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിട്ടും കാര്യമില്ലല്ലോ, നമുക്കത് കാണാൻ കഴിയില്ല. നമുക്കവിടെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്താണ് അവിടെ ഉള്ളതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. യാഥാർത്ഥ്യമൊന്നും മനസ്സിലാവില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മനോഹരമായൊരു പൂവ് കൊടുത്താൽ അത് ആസ്വദിക്കാൻ കഴിയാത്തതുപോലെ വെളിച്ചമില്ല എങ്കിൽ നമുക്ക് യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
നമുക്ക് ചില വെളിച്ചം വേണം, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള വെളിച്ചം. ഈ ലോകത്തെങ്ങനെ കാണുക എന്നുള്ളത് മാത്രമല്ല, ആത്മീയമായ ചില വെളിച്ചം വേണം. ആ വെളിച്ചമുണ്ടെങ്കിലേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുള്ളൂ. എല്ലാ ആളുകൾക്കും ആ പ്രകാശം കിട്ടണമെന്നില്ല. ആ പ്രകാശം കിട്ടിയവർക്ക് മറ്റുള്ളവർക്കൊന്നും അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ അവർ മനസ്സിലാക്കും. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വിജയികളാവും. അതാണ് ദീനിൻ്റെ വെളിച്ചം. ആ ദീനിൻ്റെ വെളിച്ചം ഇല്ല എങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇനി അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന് പറയുമ്പോൾ അള്ളാഹു ആകാശഭൂമികളുടെയൊക്കെ വഴികാട്ടിയാണ്. മാത്രമല്ല അവയെക്കുറിച്ചുള്ള മുഴുവൻ വിജ്ഞാനവും അള്ളാഹുവിൻ്റെ അടുത്താണ്. ആ വിജ്ഞാനം കൊണ്ട് അവൻ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ട്. കാരണം അവനാണ് സൃഷ്ടാവ്. അതിനെ യാഥാർത്ഥ്യമാക്കിയവൻ അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാണ് എന്ന് പറഞ്ഞാൽ ചുമരിലുള്ള ഒരു പൊത്ത് നമ്മൾ സൂചിപ്പിച്ചു. ആ ചുമരിലുള്ള പൊത്തിൽ എന്താണുള്ളത്? ഒരു വിളക്കുണ്ട് അല്ലേ? ആ വിളക്ക് കെടാതിരിക്കാൻ വേണ്ടി ഒരു സ്ഫടികം ആ വിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ ആ സ്ഫടികത്തിൻ്റെ ഉള്ളിലാണ് ആ വിളക്കുള്ളത്. എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? ആ സ്ഫടികം തന്നെ സ്വയം പ്രകാശിക്കുന്നതാണ്. കഅന്നഹ കൗകബുൻ ദുരിയുൻ, സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെയാണ് ആ സ്ഫടികം തന്നെ. ഏത്? വിളക്കല്ല, ആ വിളക്ക് കെടാതിരിക്കാൻ വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ, ആ സ്ഫടികം തന്നെ സ്വയം പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ആ വിളക്ക് കത്തുക കൂടി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ആ സ്ഫടികം തന്നെ പ്രകാശിക്കുന്നുണ്ട്, അതിൻ്റെ നടുവിലുള്ള ഗ്ലാസ്സിൽ അതിൻ്റെ നടുവിലുള്ള വിളക്ക് കത്തുക കൂടി ചെയ്താലോ? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രകാശമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആ മിഷ്കാത്ത് എന്ന് പറയുന്ന ആ വിളക്കുമാടം എന്ന് പറയുന്നത് നമ്മുടെ ആ വാരിയെല്ലിൻ്റെ കൂടാണ്. നമ്മുടെ ആ വാരിയെല്ലുകളുടെ കൂടാണ് ആ ഒരു മിഷ്കാത്ത്, വിളക്കുമാടം. അതിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്കിന് ചുറ്റും അത് കെടാതിരിക്കാനുള്ള ഒരു സ്ഫടികവുമുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു നമ്മുടെ വാരിയെല്ലിൻ്റെ ആ കൂടിൻ്റെ ഉള്ളിൽ, ആ ഒരു വിളക്കുമാടത്തിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ തിളങ്ങുന്ന ഒരു ഹൃദയം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് സ്വയം തിളങ്ങുന്നതാണ്. അതിൻ്റെ ഉള്ളിലെ ആ ഒരു വിളക്ക് കത്തിയിട്ടില്ലെങ്കിൽ പോലും സ്വയം തിളങ്ങുന്നതാണത്. അങ്ങനെയുള്ളൊരു വിളക്ക് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്കൊരു ഹൃദയം നൽകിയിട്ടുണ്ട്. ആ ഹൃദയം പരിശുദ്ധമാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് യാതൊരു തെറ്റും ചെയ്യാൻ പോവാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത ഏറ്റവും ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധമായൊരു ഹൃദയമാണ് അള്ളാഹു നൽകുന്നത്, ശുദ്ധമായ മനസ്സാണ് അള്ളാഹു നൽകുന്നത്. എന്നിട്ട് പെട്ടെന്ന് അള്ളാഹു നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയുള്ളത്? ഒരു വിളക്കുമാടെന്ന് പറയുമ്പോൾ ഒരു ചുമരിൻ്റെ പൊത്ത്, അപ്പോൾ നമ്മുടെ ഉള്ളിലാണ്. ആ ചുമരിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ ഒരു വിളക്കുണ്ട്, ആ വിളക്കിൻ്റെ ചുറ്റും ഒരു സ്ഫടികമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഉള്ളിലാണ്. പെട്ടെന്ന് അള്ളാഹു പറയാണ്, യൂഖദു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ ലാ ഷർഖിയത്തിൻ വലാ ഗർബിയത്തിൻ, കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ലാത്ത ഒരു ഒലീവിൻ്റെ മരത്തിൽ നിന്ന്, അനുഗ്രഹീതമായ ഒലീവിൻ്റെ മരത്തിൽ നിന്നാണ് അത് കത്തിക്കപ്പെടുന്നത്, ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. അപ്പോൾ ആ മരം എവിടെയായിരിക്കും ഉണ്ടാവുക? അതെന്തായാലും പുറത്തല്ലേ. പെട്ടെന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ പുറത്തേക്ക് കൊണ്ടുപോയി. ആ പുറത്തുനിന്നാണ് ഈ വിളക്ക് കത്തിക്കാനുള്ള ഇന്ധനം വരുന്നത് എന്ന്. നമ്മുടെ ഈ ഹൃദയം കൊണ്ട് നല്ല രൂപത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു റൂഹിനെ നൽകിയിട്ടുണ്ട്. അതാണ് പുറത്തു നിന്നുള്ള ആ വരവ്. റൂഹിനെ ജനിച്ച സമയത്ത് തന്നതല്ല, അത് പിന്നീട് പുറത്തുനിന്ന് തന്നതാണ്. ഇനി ആ പുറത്തുനിന്ന് എവിടുന്നാണ് തന്നത്? അത് ഷജറത്തിൻ മുബാറക്കത്തിൻ, അനുഗ്രഹീതമായ മരം. മുബാറക്കത്ത് എന്നുള്ളതിന് സ്ഥിരമായി നിലനിൽക്കുന്ന അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥിരമായി നിലനിൽക്കുന്നവരിൽ നിന്നാണ് അത് കിട്ടിയത്. മാത്രവുമല്ല സൈത്തൂനത്തിൻ ലാ ഷർഖിയത്തിൻ വലാ ഗർബിയത്തിൻ, കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ലാത്ത ഒലിവ് മരം. ഇവിടെ കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ലാത്ത എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, കിഴക്കും പടിഞ്ഞാറും ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയിലേ അല്ല, ഭൂമിയുടെ പുറത്താണ് എന്നർത്ഥം. അപ്പോൾ ഭൂമിയുടെ പുറത്തുനിന്നാണ് അത് വന്നത്, ആ റൂഹിനെ തന്നത്, അങ്ങനൊരു അർത്ഥമുണ്ട്. മറ്റൊന്ന്, കിഴക്കും അല്ല പടിഞ്ഞാറും അല്ല എങ്കിൽ പിന്നെ അത് എവിടെയായിരിക്കും? അതിൻ്റെ നടുഭാഗത്ത്. അപ്പോൾ കിഴക്കുന്നുള്ള പ്രകാശവും കിട്ടും,
പടിഞ്ഞാറെന്നുള്ള പ്രകാശവും കിട്ടും, കിഴക്കുന്നുള്ള സൂര്യപ്രകാശവും പടിഞ്ഞാറെന്നുള്ള സൂര്യപ്രകാശവും കിട്ടിക്കഴിഞ്ഞാൽ ഒലീവ് മരത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ തരം ഫലമാണ് കിട്ടുക, എണ്ണയാണ് കിട്ടുക. അപ്പോൾ ഏറ്റവും മുന്തിയ ഒരു ഉറവിടത്തിൽ നിന്നാണ് ആ റൂഹിനെ നമുക്ക് കിട്ടിയത് എന്നർത്ഥം. സൈത്തൂനത്തില്ല ഷർഖിയത്തിൻ വല ഗർബിയത്തിൻ, ഏറ്റവും മുന്തിയ ഒരു ഉറവിടത്തിൽ നിന്നാണ് അതിനെ നൽകിയത്. അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുനിന്നുള്ള ഒരു ഉറവിടത്തിൽ നിന്നാണ് ആ റൂഹിനെ നൽകിയത്. ശരി, യകാദു സൈത്തുഹ യുദീഉ വലൗലം തംസസ്ഹു നാർ, തീ അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും അത് പ്രകാശിക്കുമാറാകും. ഇപ്പോൾ തീ തൊട്ട് കഴിഞ്ഞാലാണ് സാധാരണ മറ്റെന്തെങ്കിലും ഒന്ന് കത്തിപ്പിടിക്കുക അല്ലേ? പക്ഷെ ചില സാധനങ്ങൾ തീ തൊടാതെ തന്നെ ചിലപ്പോൾ കത്തിപ്പിടിക്കും, അതിനടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ. പെട്രോളൊക്കെ അങ്ങനെയല്ലേ? അപ്പോൾ തീ അതിനെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും അത് കത്തുമാറാകും എന്ന് പറഞ്ഞാൽ അതിലേക്ക് അതിനെ ഒന്ന് പ്രശോഭിപ്പിക്കുന്ന ഒരു ഇന്ധനം വരികയാണെങ്കിൽ അതിൽ തൊടുന്നതിന് മുമ്പ് തന്നെ അത് അതിൻ്റെ കൂടുതൽ ശോഭ കാണിക്കും. അങ്ങനെ കൂടുതൽ ശോഭ കാണിക്കാൻ കഴിവുള്ളതാണ് ആ റൂഹ്, അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു ഇന്ധനം. ഇനി നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. അപ്പോൾ അള്ളാഹു തന്ന ഈ നൂറിന് അതിനെ ഒന്ന് പ്രശോഭിപ്പിക്കാൻ വേണ്ടി ഒരു നാറ്, ഒരു തീ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രശോഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മേലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും, അത് അടുത്തെത്തിയാൽ പോലും ഇതതിനെ ചാടിപ്പിടിച്ച് ഇത് കൂടുതൽ വലിയ മഹത്തായൊരു പ്രകാശമായിട്ട് ഇത് മാറും. എന്താണ് ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഒരു റൂഹിനെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രകാശം മറ്റെന്താണുള്ളത്? അതാണ് അള്ളാഹു നൽകുന്ന പരിശുദ്ധ ഖുർആൻ, പ്രവാചകന്മാരിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച മാർഗദർശനങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആശയങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ആദ്യമേ അള്ളാഹു നൽകിയ ആ ഒരു പ്രകാശം അവിടെയുണ്ട്, പുറത്തുനിന്നുള്ള ആ ഒരു റൂഹ്, അതായത് ആ ഒരു ഇന്ധനം അതിന് കിട്ടുകയും ചെയ്തു. പിന്നീട് അതിനെ കൂടുതൽ മനോഹരമായി പ്രകാശിപ്പിക്കുന്ന ആ ഒരു പരിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം അതിലേക്ക് ചെല്ലുക കൂടി ചെയ്താൽ ആദ്യത്തെ പ്രകാശവും ഈ പിന്നീട് ചെല്ലുന്ന പ്രകാശവും കൂടെ കൂടിച്ചേരുമ്പോൾ നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരമായ ഉപമയാണ് അള്ളാഹു അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്ഥിരമായി ഇന്ധനം കിട്ടുന്ന വിളക്ക് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, അതാദ്യമേ ഉണ്ട്. ആ വിളക്കിന് മറ്റൊരു പ്രകാശം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രകാശത്തിന് മേൽ പ്രകാശം, നൂറുൻ അലാ നൂർ. സത്യവിശ്വാസികൾക്ക് ആ ഭാഗ്യം കിട്ടിയവരാണ്. ആദ്യമേ ഉള്ള ആ ഒരു പ്രകാശത്തിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗദർശനമാകുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം കൂടെ കിട്ടിയപ്പോൾ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു മഹത്തായ വിളക്ക്, അതിൻ്റെ മേലെ വീണ്ടും ഒരു പ്രകാശം നമുക്ക് കിട്ടി. ഇത് നമുക്ക് മാത്രം വെളിച്ചം കിട്ടാനുള്ളതല്ല. നമ്മളുടെ കയ്യിൽ വളരെ വിലക്കൂടിയൊരു വിളക്കുണ്ടായിട്ട് അത് കത്തിക്കുന്നില്ലെങ്കിൽ എന്ത് കാര്യമുള്ളത്? നമ്മുടെ കയ്യിൽ വളരെ വിലക്കൂടിയൊരു വിളക്കുണ്ട്, പക്ഷേ ആ വിളക്ക് കത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ഉപകാരമാണ് അതുകൊണ്ടുണ്ടാവുക? പല ആളുകൾക്കും സംഭവിച്ചു പോയതാണ്. പരിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം ആ വിളക്കിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ മുന്തിയ തരം ഒരു വിളക്കുണ്ടായിട്ട് പോലും പ്രകാശമില്ലാതെ കൂരാകൂരി ഇരുട്ടിൽ നടക്കേണ്ട അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത്. ഈ ഒരു പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം കിട്ടണമെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ആ വിളക്കിലേക്ക് പരിശുദ്ധ ഖുർആനാകുന്ന ആ ഒരു പ്രകാശം കൂടെ എത്തണം. അങ്ങനെയാണെങ്കിൽ നൂറുൻ അലാ നൂർ. മാത്രമല്ല, നമുക്ക് കിട്ടിയ പ്രകാശം നമുക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ള ആളുകൾക്ക് കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ്. അതല്ലാതെ നമുക്ക് പ്രകാശം കിട്ടി, ഞാൻ അങ്ങനെ ഈ ഒരു വെളിച്ചത്തിൽ ജീവിക്കട്ടെ, മറ്റുള്ളവരൊക്കെ ഇരുട്ടിൽ തപ്പിത്തടയട്ടെ എന്ന് ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. അത് മറ്റുള്ള ആളുകൾക്ക് കൂടി നമ്മൾ പകർന്നു നൽകേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രകാശം നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, മറ്റുള്ള ആളുകൾക്ക് കൂടി ആ പ്രകാശം നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക, വളരെ വലിയ ഉയർന്നു നിൽക്കുന്ന ചില വിളക്ക് കാലുകളുണ്ടാവും. ആ വിളക്ക് കാലുകളുടെ നേരെ ചോട്ടിൽ പലപ്പോഴും പ്രകാശം കിട്ടാറില്ല, അവിടെ ഇരുട്ടായിരിക്കും. ചുറ്റുവട്ടത്തേക്കൊക്കെ നല്ല പ്രകാശം ഉണ്ടാവും.
അങ്ങനെ ആവരുതൊരു സത്യവിശ്വാസി. എന്ന് പറഞ്ഞാൽ വളരെ വലിയ അറിവൊക്കെ ഉണ്ടാവും, പക്ഷേ ആ അറിവനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ള പല ആളുകൾക്കും കിട്ടുന്നുണ്ടാവും, അദ്ദേഹം ജീവിക്കുന്നത് തെറ്റിലായിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു പ്രകാശം, ആ പ്രകാശം നമുക്ക് തന്നെ വഴികാട്ടിയാവണം, നമുക്ക് തന്നെ പ്രകാശം ഉണ്ടാവണം, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും അതിൻ്റെ പ്രകാശം കിട്ടണം എന്നർത്ഥം. ഇനി നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയൊരു പ്രകാശമാണല്ലോ സൂര്യൻ. ആ സൂര്യൻ അസ്തമിച്ച് പോയി കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹു നൽകിയ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ പ്രകാശം ഉണ്ടാക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ നോക്കും, അല്ലേ? ഇതേപോലെ പ്രവാചകന്മാർ നമുക്ക് നൽകിയ ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാർ ഇല്ലെങ്കിലും ഈ ഒരു നമ്മൾ ഏറ്റെടുത്ത പ്രകാശം മറ്റുള്ള ആളുകൾക്ക് നൽകേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും കടമ കൂടിയാണ്. ഇനി ഈ ആയത്തിന് ഇങ്ങനെ അല്ലാത്ത മറ്റു പല വിശദീകരണങ്ങളും ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം. അതെല്ലാം ശരിയാണ്. കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു വിശദീകരണം അവതരിപ്പിച്ചു എന്ന് മാത്രം. ചില തഫ്സീറുകളിൽ ഈ നൂർ എന്നുള്ളത് ഐൻ, അതായത് കണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടി നൂർ എന്ന് പറയാറുണ്ട്. അപ്പോൾ നൂർ എന്ന് പറഞ്ഞാൽ അത് കണ്ണാണ്. പുറത്തുനിന്നുള്ള പ്രകാശം കൂടെ ആ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളതെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നൂറുൻ അല നൂർ, ഈ കണ്ണാകുന്ന പ്രകാശത്തിലേക്ക് പുറത്തുനിന്നുള്ള പ്രകാശം കൂടെ കയറി വരുമ്പോഴാണ് നൂറുൻ അല നൂർ എന്ന് പറയുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ കാണാം. അതുപോലെ വിളക്കുമാടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രപഞ്ചമാണ്. പിന്നെ മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സത്തയാണ്. പിന്നെ അവിടെ വന്നിരിക്കുന്ന ആ ഒരു സുജാജ് അല്ലെങ്കിൽ സ്ഫടികം, അത് അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് മറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു തിരശ്ശീല, ആ തിരശ്ശീലയാണ് ആ ഒരു സുജാജ് എന്ന രൂപത്തിലൊക്കെ പല രൂപത്തിലും വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജന്മന അള്ളാഹു നമുക്ക് നൽകിയ ഒരു പ്രകാശത്തിൻ്റെ മേൽ പരിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രകാശത്തിനു മേൽ പ്രകാശം, ഏറ്റവും സുന്ദരമായ ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും നമുക്ക് ലഭിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഹ്ദില്ലാഹുലി നൂരിഹി മൈ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശത്തിന് അവൻ വഴി കാണിക്കുന്നു. അതായത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശം കിട്ടാൻ വേണ്ടി അവൻ വഴി കാണിക്കുന്നു. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം നോക്കൂ, ഇലാ നൂരിഹി എന്നല്ല, യഹ്ദില്ലാഹു ഇലാ നൂരിഹി മൈ യശാ എന്നല്ല, യഹ്ദില്ലാഹു ലി നൂരിഹി മൈ യശാ. ഇലാ നൂരിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രകാശത്തിലേക്ക്, ലി നൂരിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രകാശത്തിന് വേണ്ടി, അവൻ്റെ പ്രകാശം കിട്ടാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശം കിട്ടാൻ വേണ്ടി അവൻ വഴി കാണിക്കുന്നു. പ്രകാശത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല, ആ പ്രകാശം പൂർണ്ണമായി കിട്ടുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു പ്രകാശം നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹു മാർഗം കാണിച്ചു തരുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അവൻ മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. അള്ളാഹു എല്ലാ ആളുകൾക്കും മാർഗം കാണിച്ചു കൊടുക്കുന്നില്ല, അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലേ അവൻ മാർഗം കാണിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്നുണ്ട് എങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു അത്തരം മാർഗം കാണിക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സുള്ള, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള, അത് സ്വീകരിക്കാനുള്ള മനസ്സുള്ള ആളുകൾക്കാണ് അള്ളാഹു ആ ഒരു മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് വഴി കാണിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുക എന്നർത്ഥം. അതല്ലാതെ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ടും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അതിനോട് വിമുഖത കാണിക്കുന്ന ആളുകൾ, അതിനോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകൾ, അതിനെ ഏതെങ്കിലും വിധേന എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കല്ല അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുക. മറിച്ച് എനിക്ക് സത്യം അറിയണം, എനിക്ക് യാഥാർത്ഥ്യം അറിയണം, ശരിയായ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് എനിക്ക് ജീവിക്കണം എന്ന രൂപത്തിൽ നല്ല മനസ്സുള്ള ആളുകൾക്ക് അള്ളാഹു അതിനുള്ള വഴി തുറന്നു കൊടുക്കും. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ചില ആളുകളെ മാത്രം അള്ളാഹു അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു, മറ്റുള്ള ആളുകൾ എത്ര ആഗ്രഹിച്ചാലും അത് കിട്ടില്ല, അങ്ങനെയല്ല. അള്ളാഹു അതിനുള്ള മനസ്സുള്ള എല്ലാ ആളുകൾക്കും അതിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ,
വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉദാഹരണങ്ങൾ വിവരിക്കുന്നു. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഏറ്റവും നന്നായി അറിവുള്ളവനാകുന്നു. അപ്പോൾ അള്ളാഹു ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ വിവരിച്ചു തരുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നല്ലൊരു അധ്യാപകൻ കുട്ടികൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും, മറ്റു ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ മറ്റു ചിലർക്ക് മനസ്സിലാവും. അങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകുന്ന തരത്തിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു വളരെ അധികം മനസ്സിലേക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലുടനീളം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു ആയത്തിൽ തന്നെ ഒരു വിളക്കുമാടത്തിൻ്റെ ഉപമ പറഞ്ഞു, കമിഷ്കാത്ത് എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ. അത് അങ്ങനെ ഒരു ഉപമയിലൂടെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൃദയം നൽകിയിട്ടുണ്ട്, റൂഹ് നൽകിയിട്ടുണ്ട്, പിന്നീട് വഴി കാണിച്ചു തരാൻ ഖുർആനും ഒക്കെ നൽകിയിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ട് അതങ്ങനെ എടുക്കും. പക്ഷെ അത് അങ്ങനെ നിസ്സാരമായി എടുക്കേണ്ട കാര്യമല്ല. അത് കുറച്ചുകൂടെ ആഴത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നൽകിയതൊരു പ്രകാശമാണ്. ആ പ്രകാശത്തിന് തന്നെ സ്വയം വെട്ടിത്തിളങ്ങാനുള്ള കഴിവുള്ള അത്രയും മനോഹരമായ, അത്രയും ശക്തിയുള്ള ഒരു പ്രകാശമാണ് നമുക്ക് ആദ്യമേ നൽകിയിട്ടുള്ളത്. അതിലേറെ ശക്തിയുള്ള മറ്റൊരു പ്രകാശം കൂടെ അതിലേക്ക് ചെല്ലുമ്പോൾ അത് വെട്ടിത്തിളങ്ങും. അതാണ് പരിശുദ്ധ ഖുർആൻ അതിലേക്ക് ചെല്ലുന്ന രണ്ടാമത്തെ പ്രകാശം. ഈ രൂപത്തിലൊക്കെ ഉദാഹരണങ്ങൾ അള്ളാഹു നിരത്തുമ്പോൾ അപ്പോഴാണ് നമുക്കതിൻ്റെ ശരിയായ ആഴം മനസ്സിലാവുക. അപ്പോൾ അള്ളാഹു ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തുന്നു മനുഷ്യർക്ക് വേണ്ടി. മനുഷ്യർക്കതിൻ്റെ യഥാർത്ഥ ആശയം, യഥാർത്ഥ അർത്ഥം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉദാഹരണങ്ങളൊക്കെ അള്ളാഹു നിരത്തുന്നത്. അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നിരത്തുന്നത്. കാരണം ഉദാഹരണങ്ങൾ നിരത്തിയാൽ ആളുകൾക്കത് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കും. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യത്തെപ്പറ്റിയും അള്ളാഹുവിന് നല്ല അറിവുണ്ട്. അപ്പോൾ അള്ളാഹുവിന് പിന്നെ ഒരു ഉദാഹരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ പറയാനുള്ള അറിവും അള്ളാഹുവിന് നന്നായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുണ്ട്. അതുകൊണ്ട് അവനൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള അറിവും അള്ളാഹുവിനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്, അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. മസലു നൂരിഹി, അവിടെ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം. അതിനി ഈ ആയത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അവിടെയൊക്കെ റാഇന് കസ്റാവുമ്പോൾ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. നൂരിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹി ഹ ഉദമീർ കാണാം. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അവിടെ ഹി എന്ന് ചെറുതായിട്ടൊന്ന് നീട്ടുക, അതിനെ സൂചിപ്പിക്കാനാണ് ഒരു യാഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിരിക്കുന്നത്. മിഷ്കാത്തിൻ, അതിൻ്റെ അവസാനത്തിൽ തെൻവീന്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിഷ്കാത്തി ഫിഹ, ഫിഹ മിസ്ബാഹ്, അവിടെ സുലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് കൂടുതൽ ഉത്തമം. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ മിസ്ബാഹുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണല്ലോ. ശേഷം അൽ മിസ്ബാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്സലാണ്. അപ്പോൾ ഹംസത്ത് വസ്സലിൻ്റെ മുമ്പിൽ തെൻവീന് വന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചേർത്തി ഓതേണ്ട ഘട്ടം വരികയാണെങ്കിൽ അവിടെ ഒരു കസറുള്ള നൂനിനെ നമ്മളായിട്ട് ചേർക്കണം. അതിനെ നൂൻ ഖുത്നി എന്നാണ് പറയാം. അപ്പോൾ മിസ്ബാഹുനി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി ഓതേണ്ടത്. മിസ്ബാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നൂനിനെ, ഒരു കസറുള്ള നൂനിനെ നമ്മൾ ചേർക്കുക. മിസ്ബാഹുനിൽ മിസ്ബാഹു, അല്ലാതെ മിസ്ബാഹുൻ അൽ മിസ്ബാഹു എന്നല്ല പറയാം. മിസ്ബാഹുനിൽ മിസ്ബാഹു എന്നാണ് ചേർത്തി ഓതുകയാണെങ്കിൽ പറയാം. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ഹാന് സുക്കൂൻ ഇട്ടിട്ട് മിസ്ബാഹ് എന്ന് പറഞ്ഞിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിലായിട്ട് മാറും. അൽ മിസ്ബാഹു ഫി സുജാജ, അവിടെ സുജാജ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാത്തയാണ്. ആ താന് സുക്കൂനിട്ടിട്ടല്ല അവിടെ നിർത്തേണ്ടത്, അതിനെ ഹാ ആക്കി മാറ്റിയിട്ട് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്.
അപ്പോൾ സുജാജ ഒരു ചെറിയ ഹ് എന്നുള്ള ഉച്ചാരണമാണ് അവിടെ കേൾക്കുക. അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് നല്ലത്. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂൻ കുത്തിന് ചേർക്കേണ്ടി വരും. കാരണം എന്താണ്? സുജാജത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്. ശേഷം വരുന്ന അക്ഷരം അസുജാജത്തു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. അപ്പോൾ ഹംസത്ത് വസ്ലിൻ്റെ മുമ്പിൽ തൻവീന് വന്നു, അല്ലെങ്കിൽ തൻവീനിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചേർത്തി ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കസറുള്ള നൂന് ചേർക്കണമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? സുജാജത്തിനി സുജാജത്തു അങ്ങനെ ചേർത്തി ഓതുകയാണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ സുജാജ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പിന്നെ അടുത്തത് എടുത്തു ഓത്. അസുജാജത്തു കഅന്നഹ നൂനിൻ്റെ ആ ഒരു ഷദ് മണിക്കണം. കൗകബുന്ദുരിയുൻ അവിടെ ദാലിൻ്റെ മുമ്പ് തൻവീന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. കൗകബുന്ദുരിയുൻ യൂഖദ് യാഇൻ്റെ മുമ്പ് തൻവീന് വന്നു, അതിനെ ആ തൻവീനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദുരിയുൻ യൂഖദ്. യൂഖദു മീൻ ഷജറത്തിൻ അവിടെ മീൻ ഷജറത്തിൻ എന്നുള്ളത് ഷീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ സുക്കൂനിലെ നൂനിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മീൻ ഷജറത്തിൻ മുബാറക്ക. ഷജറത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന ഷജറത്തിൻ മുബാറക്ക. മുബാറക്കത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തൻവീന് വന്നു, ശേഷം സായാണ്. സായിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ. സൈത്തൂനത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അപ്പോൾ അവിടെ സൈത്തൂനത്തില്ല എന്ന രൂപത്തിലാണ് പറയേണ്ടത്. ലാ ഷർഖിയത്തിൻ വല അവിടെയും തൻവീന് വന്നു, വാവിൻ്റെ മുമ്പാണ്. അതിനെ ആ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഷർഖിയത്തിൻ വല ഗർബിയത്തിൻ അതിൻ്റെയും അവസാനത്തിൽ തൻവീന്, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഗർബിയത്തിൻ യക്കാദു സൈത്തുഹ യുദീഉ ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത്. യുദീ എന്നുള്ളൊരു മദ് വന്നു, ഉ എന്നുള്ളത് ഹംസയാണ്. അപ്പോൾ മദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. യുദീ ഉ. വലൗലം തംസസ്ഹു നാർ. തംസസ്ഹു എന്നുള്ളതിൽ ഒരു ഹ ഉലമീർ ഉണ്ട്. ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കുമ്പോൾ ശേഷം ഹർക്കത്തുണ്ട്, പക്ഷേ മുമ്പ് സീനിന് സുക്കൂനാണ്. സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. തംസസ്ഹു എന്നേ പറയാവൂ. നാർ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. രണ്ടിനും ഒരേ പ്രാധാന്യം. നൂറുൻ അല അവിടെ നൂറുൻ തൻവീന് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. നൂറുൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അല നൂർ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കെലി കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ചില മുസ്ഹഫുകളിൽ അവിടെ ജീമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിർത്താം, നിർത്താതെയും ഓതാം. രണ്ടിനും ഒരേ പ്രാധാന്യം എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഇവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ നൂർ എന്ന് പറഞ്ഞിട്ട് ആ റാവിന് സുക്കൂനിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ആ നൂ എന്നുള്ള നീട്ടലിനെ കുറച്ചധികം ഒരു 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. യഹ്ദില്ലാഹു ലി നൂരിഹി മയ്യഷാ. യഹ്ദില്ലാഹു ആ യഹ്ദി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസറാണ്. അതുകൊണ്ട് അടുത്ത അക്ഷരം പറയുമ്പോൾ അള്ളാഹു എന്നുള്ളതിലെ ലാമിനെ പറയുമ്പോൾ ലാ എന്നല്ല ലാ എന്ന് പറയണം. യഹ്ദില്ലാഹു എന്നാണ് പറയാം. മാത്രമല്ല യഹ്ദി എന്നുണ്ട്, ശരിക്ക് നീട്ടാനുണ്ട്. പക്ഷേ അതിനുശേഷം ഹംസത്ത് വസ്ൽ വന്നതുകൊണ്ട് ആ യഹ്ദി എന്നുള്ളതിൻ്റെ മദ് നീട്ടൽ നഷ്ടപ്പെടും, യഹ്ദി എന്നാവും. യഹ്ദില്ലാഹു ലി നൂരിഹി അവിടെ ഹ ഉലമീർ വന്നു. മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. നൂരിഹി. മൈ യഷാ ഉ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ആ സുക്കൂനിലെ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മൈ യഷാ ഉ. യഷാ ഉ എന്നുള്ളിടത്ത് ഷീനിന് നീട്ടലുണ്ട്, ശേഷം വന്നത് ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ യഷാ എന്ന് പറഞ്ഞിട്ട് ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ട് വേണം നിർത്താൻ. അപ്പോൾ യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് നൂനിൻ്റെ ശബ്ദം മണിക്കുക. ആ സീനിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ഖിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും ഉത്തമം ഖിലി ആയതുകൊണ്ട്. അവിടെ നിർത്തുമ്പോഴാണ് ആ സീനിന് സുക്കൂനിട്ട് നിർത്തേണ്ടത്, അല്ലെങ്കിൽ എഴുതിയ പോലെ തന്നെ. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അവിടെ തൻവീന് വന്നു, ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ അതിനെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഷൈഇൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലീം അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദ് ആരിലാണ്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം.
അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ അല്ലാഹു നൂറുസ് സമാവാത്തി വൽ അർദ്, നൂറുസ് സമാവാത്തി ആകാശങ്ങളുടെ പ്രകാശം. അപ്പോൾ ആ പ്രകാശത്തെ ആകാശങ്ങൾ എന്നുള്ളതിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അതിനെപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അപ്പോൾ ഇവിടെ നൂർ എന്നുള്ളത് മുലാഫാണ്, ആ സമാവാത്തി എന്നുള്ളത് അത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജറാണ് കിട്ടേണ്ടത്. ഇവിടെ സമാവാത്ത് എന്നുള്ള പദം പരിശോധിക്കുകയാണെങ്കിൽ അത് അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ ഇസ്മാണ്. അങ്ങനെയുള്ള പദങ്ങൾക്ക് ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും രണ്ട് സമയത്തും കസ്ർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക, നെസ്ബാണെങ്കിലും ജറാണെങ്കിലും. പക്ഷേ ഇവിടെ ഇത് മുലാഫിൻ ഇലൈഹി ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന ആ കസ്ർ അത് ജറിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നെസ്ബിൻ്റെ സ്ഥാനത്ത് വരുമ്പോഴും സമാവാത്തി എന്ന് തന്നെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ മറക്കരുത്. വൽ അർദി, ഇനി ആ സമാവാത്തിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു മുലാഫിനിലേക്ക് കൂടെ വന്നിട്ടുണ്ട്, അതിന് മഅത്തൂഫ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് വാവിട്ടിട്ട് എന്നർത്ഥത്തിൽ വാവിട്ടിട്ട് എഴുതിയത്. വൽ അർദി, അവിടെ ആ അർദ് എന്നുള്ളതിന് ജറ് കൊടുക്കാൻ തന്നെ പറ്റും, നേരിട്ട് കസ്ർ കൊണ്ട് തന്നെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് അർദി എന്നെഴുതിയത്. മസലു നൂരിഹി, അവിടെ ആ മസലു നൂരിഹി, ആ മസൽ എന്നുള്ളതിനെ നൂർ എന്നുള്ളതിലേക്ക് ചേർത്തു. അതുകൊണ്ട് നൂർ എന്നുള്ളത് മുലാഫിനിലേഹിയാണ്, അതുകൊണ്ടാണ് അതിന് നൂരി എന്ന് കിട്ടിയത്. അപ്പോൾ മസൽ എന്നുള്ളത് മുലാഫാണ്, നൂർ എന്നുള്ളത് മുലാഫിനിലേഹിയാണ്. മസലു നൂരിഹി. ഇനി ആ നൂരിഹി എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആ നൂർ എന്നുള്ളത് ഹി എന്നുള്ളതിലേക്ക് ചേർത്തതാണ്, അവിടെ ആ ഹി എന്നുള്ളത് മുലാഫിനിലേഹിയാണ്. ക മിഷ്കാത്തിൻ, ക എന്നുള്ളത് ഹർഫ് ജറാണ്, ക എന്നുള്ളതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് മിഷ്കാത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതിയത്. ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫി സുജാജ, ഫി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ഫി സുജാജത്തിൻ എന്ന് കസ്ർ തൻവീനിട്ട് എഴുതിയത്. ആ സുജാജത്തു കഅന്നഹ കൗകബുൻ, ഈ കഅന്ന, ഇന്ന, അന്ന, കഅന്ന ഇതൊക്കെ ഒരേ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നക്ക് വരുന്ന അതേ നിയമങ്ങൾ ഇവിടെയും ബാധക. കഅന്നക്ക്, കഅന്നയുടെ ഇസ്മ്, കഅന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ കഅന്നയുടെ ഇസ്മെന്ന് പറയും. അതിനൊരു വിവരണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കഅന്നയുടെ ഖബർ എന്ന് പറയും. ഇവിടെ കഅന്ന ഹാ, അഥവാ ഹാ എന്നുള്ളതാണ് ഇസ്മ്. ആ ഇസ്മിന് നെസ്ബ് കിട്ടണം. അവിടെ ആ ഫതഹ ഇട്ടത് അവിടെ അത് നെസ്ബിനെ സൂചിപ്പിക്കാനൊന്നുമല്ല, ശരിക്കും അവിടെ ഫതഹ അല്ല, ഹാ എന്നുള്ളൊരു നീട്ടലാണ്. അവിടെ ആ നീട്ടൽ കണ്ടു കഴിഞ്ഞാൽ സുക്കൂൻ എന്നാണ് പറയേണ്ടത്. ശരി, അപ്പോൾ അവിടെ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ കൗക്കബുൻ എന്നുള്ളത് അത് ആ കഅന്നയുടെ ഖബറാണ്, അതുകൊണ്ടാണ് കൗക്കബുൻ എന്ന് റഫ് ഇട്ടിട്ട് എഴുതിയത്, ലമ്മ് തൻവീന് റഫിൻ്റെ അടയാളം കിട്ടാൻ വേണ്ടിയിട്ട്. ദുര്രിയുൻ, അത് ആ കൗക്കബുൻ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, സിഫത്താണ്. അതുകൊണ്ട് ആ കൗക്കബുൻ എന്ന് എഴുതിയതുപോലെ തന്നെ എഴുതണം ദുര്രിയുൻ എന്നുള്ളത്. രണ്ടിനും റഫ് കിട്ടിയ രൂപത്തിലാണല്ലോ ഉള്ളത്. യൂഖദു മിൻ ഷജറത്തിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ഷജറത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ കിട്ടിയത്. ഇനി മുബാറക്കത്തിന്, ആ ഷജറത്തിനെ വിശേഷിപ്പിക്കുകയാണ്, അതിൻ്റെ സിഫത്താണ് മുബാറക്കത്തിൻ. മുബാറക്കത്തിൻ, ഷജറത്തിൻ, മുബാറക്കത്തിൻ രണ്ടും ഒരേപോലെ എഴുതി. മുബാറക്കത്തിൻ എന്നുള്ളതിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് സൈത്തൂനത്തിൻ. അപ്പോൾ അതും വിശേഷണമാണ്, അതും സിഫത്താണ്. അതിന് വേണമെങ്കിൽ നമുക്ക് മഅത്തൂഫ് എന്ന് പറയാം മുബാറക്കത്തിലേക്ക്. സൈത്തൂനത്തിൻ ലാ ഷർഖിയത്തിൻ വലാ ഗർബിയത്തിൻ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാറുൻ. ലം തംസസ്ഹു, ഇത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു. മസ്സ, യമസ്സു, തമസ്സു, ഈ തമസ്സു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ അതിന് ജസ്മ് കിട്ടണം. ജസ്മ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു പദത്തിനിപ്പോൾ തക്തുബു എന്നൊക്കെയാണെങ്കിൽ തക്തുബ് എന്നാണ് ആവുക, ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ തമസ്സു എന്നൊക്കെ ആകുമ്പോൾ തംസസ് എന്നാണ് ആവുക. ലം തംസസ്,
നൂറുൻ അലാ നൂർ, അല എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് അല കഴിഞ്ഞതിന് ശേഷം നൂരിൻ എന്ന് കസ്ർ തൻവീനിട്ട് എഴുതിയത്. യഹ്ദില്ലാഹു, അള്ളാഹു വഴി കാണിക്കുന്നു. അപ്പോൾ യഹ്ദി വഴി കാണിക്കുന്നു, ആര്? അള്ളാഹു. അള്ളാഹു എന്നുള്ളത് അവിടെ ഫായിലിൻ്റെ സ്ഥാനത്താണ്, അതിൽ ഫായിലാണ്, അതുകൊണ്ടാണ് അതിന് റഫ് കിട്ടിയിട്ടുള്ളത്. ലി നൂരിഹി, ലി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് നൂരി എന്ന് എഴുതിയത്. മൈ യശാഉ വയദ്രിബുല്ലാഹുൽ അംസാൽ, വയദ്രിബുല്ലാഹു, യദ്രിബു വിശദീകരിക്കുന്നു, ആര്? അള്ളാഹു. അള്ളാഹു വിശദീകരിക്കുന്നു, അവിടെ അള്ളാഹു എന്നുള്ളത് ഫായിലാണ്, സബ്ജക്റ്റാണ്. അൽ അംസാല, ഉദാഹരണങ്ങളെ. അപ്പോൾ അംസാല എന്നുള്ളത് അത് ഒബ്ജക്റ്റാണ്, കർമ്മമാണ്, മഫ്ഊലുൻ ബിഹിയാണ്, അതിന് നസ്ബ് കിട്ടണം, അതുകൊണ്ടാണ് അംസാല എന്ന് എഴുതിയത്. ലിൻ നാസ്, ലി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് നാസ് എന്നുള്ളതിന് കസ്ർ കിട്ടിയത്. വല്ലാഹു ബികുല്ലി ഷൈഇൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് കുല്ലു എന്ന് എഴുതാതെ കുല്ലി എന്ന് എഴുതിയത്. കുല്ലു ഷൈഇൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ കുല്ലു എന്നുള്ളതിനെ ഷെയ് എന്നുള്ളതിലേക്ക് ചേർത്തു, മുദാഫ് മുദാഫിനിലേഹിയാണ്, അതുകൊണ്ട് ആ ഷെയ് എന്നുള്ളത് മുദാഫിനിലേഹി ആയതുകൊണ്ട് അതിന് ജറ് കിട്ടണം, അതുകൊണ്ടാണ് ഷെയ് ഇൻ എന്ന് എഴുതിയത്. മുദാഫിനിലേഹിക്ക് എപ്പോഴും മിറാബ് ജറായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഷെയ് ഇൻ എന്ന് എഴുതിയത്. അലീം, അത് ശരിക്ക് ആ അള്ളാഹു എന്നുള്ളതിൻ്റെ ഖബറാണ്. അള്ളാഹു അലീമുൻ എന്നാണ് ശരിക്കും ആ വാചകം, അതിൻ്റെ ഇടയിൽ ബിക്കുല്ലി ഷെയ്ഇൻ എന്ന് വന്നു എന്ന് മാത്രം. അപ്പോൾ അലീം എന്നുള്ളത് ഖബറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.